ജയ്പൂർ കോട്ടൺ ഫാബ്രിക്സിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നേക്കുന്നത്. പ്യോർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന കോട്ടൺ ഫാബ്രിക് ആണ്. ഇതിൻ്റെ ഡിസൈൻസ് ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഡിഫറെൻറ്റ് പ്രിൻറ്റുകൾ വരുന്നുണ്ട്. 2.5 മീറ്ററിൻ്റെ കട്ടായിട്ടായിരിക്കും നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. അതിൽ കൂടുതൽ ആവശ്യമുള്ളവർ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ആണ് അടുത്ത പ്രിന്റ് വരുന്നത്. ഇതിൽ സ്റ്റിച്ച് ചെയ്ത കുറച്ച് കുർത്തീസ് വരുന്നുണ്ട്. അപ്പം സ്റ്റിച്ചിങ് ആവശ്യമുള്ളവർ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതാണ് ഒരു കുർത്തി വരുന്നത്. ഇങ്ങനെ വി നെക്ക് വന്നിട്ട് ആ നെക്കയിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് കൊടുത്തേക്കുവാണേ. സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട്. ഇത് സ്ലീവ്ലെസ് പാറ്റേണിൽ വന്നേക്കുന്നതാണ്. ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ബട്ടണും ലൂപ്പും കൂടിയാണ് വന്നേക്കുന്നത്. ഇതും സ്ലീവ്ലെസ്സിൽ വന്നേക്കുന്നതാണ്. ഹോൾട്ടർ നെക്ക് പാറ്റേണിൽ വന്നേക്കുന്ന കുർത്തിയാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ പ്രിൻറ്റുകൾ കൊണ്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതും സ്ലീവ്ലെസ്സിൽ തന്നെ വന്നേക്കുന്ന ഇങ്ങനെ ഇതിപ്പം ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ബോർഡർ ക്ലോത്ത് ഇങ്ങനെ കൊടുത്ത് ബ്ലോക്ക് പ്രിൻറ്റഡ് ക്ലോത്ത് താഴോട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഷോർട്ട് ടോപ്പാണ് വന്നേക്കുന്നത്. ഇതും ഷോർട്ട് ടോപ്പ് സ്ലീവ്ലെസ് ആണ് വരുന്നത്. ഇതാണ് അടുത്തത് വരുന്നത്. ഇതും 2 പ്രിന്റ് ഇങ്ങനെ കൊടുത്ത് ചെയ്തേക്കുന്നതാണ്. ഇത് ബാക്കിൽ ലേസ് വരുന്ന പാറ്റേൺ ആണ്. ഇതുപോലെ ബാക്കിൽ ഇങ്ങനെ ലേസ് കൊടുത്തിട്ടുള്ള പാറ്റേൺ ആണ്. നെക്കിലും ലേസ് വരുന്നുണ്ട്. സ്ലീവിൻ്റെ താഴെയും ലേസ് വന്നിട്ടുണ്ട്. ഇതും ഷോർട്ട് ടോപ്പാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വരും. ഇത് പ്രിൻറ്റുകൾ. ഇതാണ് അടുത്ത പ്രിന്റ് വരുന്നത്. ഇത് വരും അടുത്തത്. നമുക്ക് ഈ സമ്മറിനൊക്കെ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഇത് രണ്ടും കൂടെയൊക്കെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു പ്രിന്റ് വരുന്നുണ്ട്. ഇത് വരുന്നുണ്ട്. അടുത്തത് വരുന്നത് ഈ ഒരു ഡിസൈനാണ്. ചെറിയ പ്രിന്റ് വേണ്ടവർക്ക് അങ്ങനത്തെ പ്രിന്റ്സും, വലിയ പ്രിന്റ് വേണ്ടത് അവർക്ക് അങ്ങനത്തെ പ്രിന്റും വരുന്നുണ്ട്. .44 ഇഞ്ച് വിഡ്ത്ത് വന്നേക്കുന്ന മെറ്റീരിയലാണ്. ഇതും എല്ലാം നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ്. നമുക്ക് കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു പ്രിന്റാണ് ഇത് വന്നേക്കുന്നത്. ഇത് വേറൊരു പ്രിന്റ് വരും. ഡിസൈൻ വരുന്നത് ഇതിങ്ങനെ നമുക്ക് ബോർഡേഴ്സ് എടുത്ത് നമുക്ക് കുർത്തിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ ഒരു ബോർഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയ ബോർഡർ എടുക്കാൻ പറ്റും, ഇതെടുക്കാൻ പറ്റും, ഈ ഒരു ഡിസൈൻ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരെണ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് പല ഡിസൈൻ എടുത്ത് നമുക്ക് മാച്ച് ചെയ്യുന്ന മെറ്റീരിയലിൽ വെച്ച് ചെയ്യാനായിട്ട് പറ്റുമേ. പിന്നെ ഇതും ഒരു ബോർഡർ ഡിസൈനാണ് വന്നേക്കുന്നത്. ഇത് ബ്ലാക്കിൽ വന്നേക്കുന്ന ഒരു പ്രിൻ്റാണ്. ഇതാണ് അടുത്ത പ്രിന്റ് വന്നേക്കുന്നത്. യെല്ലോയിൽ വന്നേക്കുന്നത്. ഇത് വരുന്നുണ്ട്. ഇതൊരു ഓറഞ്ചിൽ വന്നേക്കുന്ന പ്രിൻ്റാണ്. ഇത് വരും അടുത്തത്. പിന്നെ ഈ ഒരു യെല്ലോ വരുന്നുണ്ട്. സവിത ഇതൊന്നും സാൻഡ് മാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്കിപ്പം നല്ല ചൂട് ടൈമാണ് വരുന്നത്. ആ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ലൈനിങ് ഒന്നും ഇപ്പോൾ ഇട്ടേക്കുന്നത് ലൈനിങ് ഇല്ലാതെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ലൈനിങ് ഇല്ലാതെ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇത് വരുന്നത്. ഇത് വൈറ്റ് പ്ലെയിൻ വൈറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ചെറിയൊരു ലൈനിങ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിങ്ങനെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കാൻ പറ്റും.
ബോർഡർ കൊടുത്ത് ഇപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് ഈ ഒരു വലിയ ബോർഡർ എടുക്കാൻ പറ്റും, ഈ ഒരു ബോർഡർ എടുക്കാൻ പറ്റും, ഈ ഒരു ബോർഡറും എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതാ ഇത് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് മാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതിനൊക്കെ ഞാൻ നേരത്തെ ബോർഡേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് എടുത്ത് നമുക്കിതിന് മാച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുവേ. നമ്മളിങ്ങനെ ഹക്കോബായും ജയ്പൂർ കോട്ടണും കൂടിയാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ബോട്ടം ജയ്പൂർ കോട്ടൻ്റെ ബോട്ടവും സ്ലീവും ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് മാച്ച് ചെയ്തൊക്കെ ഇതും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിലാണെങ്കിൽ തന്നെ നമുക്കിതാ ഈ ഒരു യെല്ലോ, ഇതിൽ യെല്ലോ വന്നേക്കുന്ന കാരണം ഈ ഒരു യെല്ലോ ഒക്കെ ഇതിന് വെച്ചിട്ട് നമുക്കൊരു ബോർഡർ ആയിട്ട് കൊടുത്തൊക്കെ ചെയ്യാൻ പറ്റും, നെക്കിനും സ്ലീവിനും ഒക്കെ. പിന്നെ അതാ ഈ ഒരു റെഡിൻ്റെ പ്രിൻറ്റ് വരുന്നുണ്ട്, ഇതിൻ്റെ ഈ 2 റെഡ് വരുന്നുണ്ട്. അതിൽ നമുക്കിതാ ഈ ഒരു റെഡിൻ്റെ ബോർഡർ കൊടുക്കാൻ പറ്റും. പിന്നെ ഇതാ ഇതൊരു പീച്ചിൻ്റെ കോമ്പിനേഷൻസാണ്. അതിൽ ഈ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, ഈ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു ബോർഡറാണേ. അപ്പം ഇതിപ്പോൾ നമുക്ക് ഈ 3 വെച്ചിട്ട് ഇതിൻ്റെ ഇപ്പം ആലിയ കട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്ന ബോർഡർ നമുക്ക് ഇത് കൊടുക്കാം, അല്ലെങ്കിൽ യോക്കിൽ ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട് ഈ ഒരു പാറ്റേൺ കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പല പാറ്റേണിൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്താൽ. പിന്നെ അതാ ഈ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട്, ഇതൊരു യെല്ലോയിൽ യെല്ലോയും ലാവൻഡറും കൂടി വന്നേക്കുന്ന കോമ്പിനേഷനാണ്. പിന്നെ അതാ ഈ ഒരു പീച്ച് ഇങ്ങനെ വരും. ഇത് ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനാണ്. ഇതൊക്കെ മാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ ഈ ബോർഡറിലൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇച്ചിരി ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. പിന്നെ ഇതാ ഇത് കണ്ടോ, ഈ ബോർഡർ നമുക്കിതിന് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാ ഇത് വരുന്നുണ്ട്, ഇതിന് ഈ ഒരു ബോർഡറും വരുന്നുണ്ട്, ഈ ഒരു പ്രിൻറ്റും വരുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു പ്രിൻറ്റും 2.5 മീറ്ററിൻ്റെ കട്ടായിട്ടായിരിക്കും നമ്മൾ കൊടുത്തേക്കുന്നത്. പെർ മീറ്റർ പ്രൈസ് വരുന്നത് 40 ആണേ. പിന്നെ അതാ ഇത് വരുന്നുണ്ട്, ഇതിൻ്റെ ഈ ബോർഡർ നമുക്ക് വെച്ച് ഇതൊരു ഡാർക്ക് ബ്രൗണിഷ് മെറൂൺ ഷെയ്ഡാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മൾ വാട്സപ്പ് ത്രൂ ഓർഡർ എടുക്കുന്നതാണ്. സ്റ്റിച്ചിങ്ങിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് വേണ്ടവർ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.